വൈദ്യവേദത്തിന്റെ മന്ത്രപ്രയോഗ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ലം. ഇന്ന് വൈദ്യവേദത്തിൽ അതീവ രഹസ്യ സൂചകമായിട്ടുള്ള മറ്റൊരു മന്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. നല്ല സ്ത്രീകളുമായ ബന്ധങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾക്ക്. അവരുടെ നല്ല സ്വാധീനം ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ടോ? അവരുമായി സൗഹൃദത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല പെൺസുഹൃത്തിനെ ആവശ്യമുണ്ടോ? ഘനമോഹിനി മന്ത്രം. എങ്കിൽ ഈ മന്ത്രം ഒന്ന് പ്രയോഗിച്ച് നോക്കുക. വളരെ ലളിതമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഈ മന്ത്രത്തിന് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നുമില്ല. എല്ലാ മന്ത്രങ്ങളുടെയും പോലെ തന്നെ ഈ മന്ത്രത്തിലും കൈകാലുകൾ ശുദ്ധമായി ശുദ്ധ മനസ്സോടെ ജപിക്കാവുന്നതാണ്. ഏത് സമയത്തും ജപിക്കാൻ സാധിക്കുന്നതാണ്. ഗണപതിയാണ് ഈ മന്ത്രത്തിന്റെ ദൃഢദേവത. ഗണപതി ഭാവം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 108 തവണ ജപിച്ചു കഴിഞ്ഞ ശേഷം സ്വാധീനിക്കേണ്ട സ്ത്രീയുടെ രൂപം മനസ്സിൽ വിചാരിക്കുക. സ്വാധീനം ഏത് രീതിയിലെന്നും വിചാരിക്കുക. കാര്യം സാധ്യമാവുന്നവരെ ജപം തുടരുക. ഇത്തരത്തിലൊരു മന്ത്രം ഉണ്ടെങ്കിലും ഏതൊരു വശീകരണ മന്ത്രം ആയിരുന്നാലും ഒരു കാര്യം എപ്പോഴും ഓർക്കുക. മന്ത്രത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മന്ത്രം ജപിച്ചാലും പുഷ്പാഞ്ജലി നടത്തിയാലും പ്രയോഗിക്കുന്ന ആളിന്റെ ഇച്ഛാജ്ഞാന ക്രിയാശക്തിക്ക് മുകളിലാണ് മറ്റേ ആളിൻ്റേത് എങ്കിൽ മന്ത്രസിദ്ധിയുടെ ശക്തി പോരാതെ വരുന്നതാണ്. ശ്രദ്ധാപൂർവം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ അതൊരു മന്ത്രവും ശുദ്ധവും നല്ലതുമായി ഭവിക്കുന്നു. ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നതിനാണ് മന്ത്രപ്രയോഗ രഹസ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശശുദ്ധികളെ മാനിച്ചുകൊണ്ട് സ്വാത്വിക മന്ത്രങ്ങളാണ് പറയുന്നത്. ഇതിലും വളരെ ശക്തിയുള്ളതും ഒറ്റത്തവണ ജപത്തിൽ തന്നെ പ്രയോഗിക്കാവുന്നതുമായിട്ടുള്ള പല മന്ത്രങ്ങളും ഉണ്ട്. അത് ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഘനമോഹിനി മന്ത്രം: ഓം ഹ്രീം ഗ്രീം ഹ്രീം. ഇതുപോലുള്ള മന്ത്രപ്രയോഗ രഹസ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും ബന്ധപ്പെടുക. കൂടുതൽ അറിയുന്നതിനായി വരുന്ന പുതിയ കാല വീഡിയോകൾക്കായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.